ഹാർഡ് കോർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നൊരു മാപ്പ് എന്നല്ല ഒരു വേൾഡാണത്. ഹാർഡ് കോർ എന്ന് വെച്ചാൽ സാധാരണ വേൾഡ് എന്നല്ല. ഒരു പ്രാവശ്യം ചത്താൽ നമുക്ക് ജീവനോടെ വരാൻ പറ്റില്ല. മാത്രമല്ല കളി മൊത്തം ഹാർഡിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പിന്നെ നമ്മളത് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആകെ സ്പീറ്റ് ചെയ്യാൻ പോവാ. നമ്മൾ ആദ്യം കളിച്ചാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ കളിയിലോട്ട് തുടങ്ങാം. അതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പറയുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു മരം വെട്ടാം. നമ്മൾ ഇതിൻ്റെ തുടക്കം തന്ന ഈ ഒരു മരത്തിൽ നിന്നായിരിക്കും ഗൈസ് തുടങ്ങാം. അപ്പോൾ ഗൈസ് മുറിക്കാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ എന്തായാലും വേണം. ഞങ്ങളുടെ ബേസിക് ടൂൾസ് ഒന്നും ഉണ്ടാക്കട്ടെ. എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റത്തെ ഒരു സ്റ്റിക്കിൻ്റെ സാധനം ഞാൻ പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കണം. അയ്യോ, നമ്മളൊരു ആക്സ് ഉണ്ടാക്കുന്നു. ഒരു പിക്കാസ് ഉണ്ടാക്കുന്നു, ഒരു ആക്സ് ഉണ്ടാക്കുന്നു. നമ്മൾ നേരെ താഴോട്ടും ഗീസ്. ഇപ്പോൾ ഗീസ് ഹാർഡ് കോർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ജീവനോടെ വരാൻ പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സ്വാഡ് ഉണ്ടാക്കാം. ഷീപ്പിനെ കൊല്ലാണ്ട്. ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇതുണ്ടാക്കും, ഇതെന്തായാലും ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഓർഡറിൽ അങ്ങ് വെക്കാം. നമുക്ക് ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കാം. ഇത്രയും മതി, എനിക്കത് മതി. ഇതെന്തെങ്ങനെ 4 ഫിംഗർ കളിച്ചാൽ ഞാൻ സാധാരണ ദിവസങ്ങളൊന്നും കാണാൻ കിട്ടാത്ത സാധനം ഇപ്പം അല്ല. ഞാൻ ഇപ്പോൾ വുഡിലിട്ട് സാറില്ല ഗീസ്. നമ്മളൊരു ആക്സ് ഉണ്ട് ഗീസ്. ഇവിടെ ഒരു പട്ടിയുണ്ട് ഗീസ്. ഇതാ ഗീസ്, ആ പട്ടിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ഷീപ്പിനെ കൊന്നു. എനിക്ക് ഷീപ്പിൻ്റെ ബോളും കിട്ടി. അവിടെ താഴെ വേണം അടുക്കിരുന്ന്. ഗീസ് ബ്രൗൺ കളർ ബോളും കിട്ടി. നല്ല പട്ടിയാണ്. അപ്പോൾ ഗീസ് നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് ഇനിയും കുറച്ചുകൊണ്ട് ഷീപ്പ് കണ്ടുപിടിക്കണം. ഇത് ഏറ്റവും പാടെന്ന് വെച്ചാൽ ഒരു ഷീപ്പിനെ കണ്ടുപിടിക്കാനാണ്. വേറൊന്നും പാടില്ല. കുറച്ച് ഫുഡൊക്കെ കണ്ടുപിടിക്കുക, അതും ഭയങ്കര ഈസിയാണ്. ഏറ്റവും പാടെന്ന് വെച്ചാൽ മറ്റേനെ കണ്ടുപിടിക്കാനാണ്, ഷീപ്പ്. ഷീപ്പ് ഓടുന്നുണ്ട്. അല്ല, ഇവനെങ്ങനെ ചെയ്യണോടൊന്ന് ഞാൻ എന്നെ കൊന്നല്ലേ. നമുക്ക് ഇങ്ങോട്ട് കോഴി നമുക്ക് ആവശ്യമില്ലേ. മറ്റേതും തലാഗ് അവനെന്താ പട്ടി എന്താ അങ്ങോട്ട് വിടുന്നു? അവിടെ വീഴുണ്ടോ? നമുക്ക് എവിടെയും കാണാൻ കിട്ടും. എൻ്റെ ഇപ്പം എത്ര FPS ഓടുന്നത്? 49. അവിടെ ചിത്രം കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്, ഡിസ്കോഡ് ജോയിൻ ആവുക ഗീസ്. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ഡിസ്കോഡ് ജോയിൻ ആവുന്നില്ല. ഒന്ന് ജോയിൻ ആവുക ഗീസ്. ആരും കളിക്കാനില്ല. ഒന്ന് കളിക്കാൻ ആരെങ്കിലും വരട്ടെ ഗീസ്. ഇപ്പോൾ എവിടെ ഈ ഷീപ്പിനെ ഇപ്പോൾ അവിടെ നിന്ന് കണ്ടുപിടിക്കുക. അങ്ങോട്ട് പോകണം നമുക്ക് ഗീസ്. അത്രയ്ക്ക് ചാടലൊന്നും വേണ്ട, കാരണം നമ്മൾ തോറ്റു. തോറ്റാനുള്ള ഭയങ്കര സാധ്യത ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വരാം. ബ്ലോക്കുള്ള അല്ല കേട്ടോ. ഞാടാ ഇവിടൊക്കെ ഒന്നും വേണ്ട. നല്ല ഓപ്പൺ പ്ലേസിലാണ് ഷീപ്പിനെ കിട്ടല്. ഇങ്ങോട്ട് വാ. ഷീപ്പിനെ കണ്ടുപിടിക്കണം. എടാ, ഇത് രാത്രിയാവുക. ഇത്രയും പെട്ടെന്ന് രാത്രിയാവുമെന്ന് വിചാരിച്ചില്ല. എടാ, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ ഷീപ്പ് വന്നു. എന്തൊരു എന്തായാലും എവിടെ ആണെങ്കിലും നമുക്ക് എടുക്കാം. കണ്ടല്ല, അത് മതി. ഷീപ്പിനകത്ത് ഷീപ്പ് ഉണ്ടാവും ഗേസ്. ഷീപ്പിനകത്ത് എന്നല്ല, ഷീപ്പിനടുത്തുണ്ടെങ്കിൽ നമുക്ക് ഗോൾ അടിച്ച്. അപ്പോൾ ഗീസ് അവിടെ 2 ഷീപ്പിന് മതി.
ആ മറ്റേതെങ്ങനെയെങ്കിലും പൂവൊക്കെ ഇട്ടിട്ട് ഡൈ ആക്കാം. ഇതൊരെണ്ണം കിട്ടി. ഷീപ്പിനടുത്ത് ഷീപ്പ് ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മൾ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോഴാണ് തോന്നുന്നു ബാക്കിൽ വരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് നോക്കിയിരിക്കണം. ഇതാ സ്പോണ ഉണ്ടാവും. നമ്മൾ ബാക്കോട്ട് പോകുമ്പോൾ ഇല്ല, ഈ സൂടല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഇങ്ങോട്ട് ചാടുക. വേറെ അങ്ങോട്ട് മറ്റു സാധനം ഡ്രോണ് പ്ലീസ്, ഡ്രോണ് അങ്ങനെ സ്ഥലമൊന്നും ഇല്ലടാ അവിടെ. ഹാർഡ് കോർ എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് കേട്ടോ. ഹാർഡ് കോർ എപ്പോൾ തുടങ്ങിയാലും മൊത്തം മലകളാണ്, ഒന്ന് കയറാനും സമയം കിട്ടത്തില്ല. നിങ്ങൾ ഹാർഡ് കോർ കളിച്ചു നോക്കി, അപ്പം മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്. ഞാൻ മുകളിലോട്ട് കയറാൻ രാത്രിയാണേ പെട്ടെന്ന് കയറ്. ഇനി അവിടെ ഉണ്ടാവും ഷീപ്പ്. അവിടെ അടിയില്ല. നമുക്ക് ഇനി മുകളിലോട്ട് കയറാം. കയറിക്കണ്ട കേസ്. ഇവിടെ മൊത്തം പൂക്കളാണല്ലോ, വേറൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഷീപ്പ് എവിടെ? ഇല്ല ഗീസ്, ഷീപ്പില്ല. ഞാൻ വെറുതെ പറഞ്ഞു. അപ്പോൾ ഗീസ് ഇനി ഷീപ്പ് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ. ഇവനിവിടെ കുത്തിയിരിക്കുന്നു, പോടാ. ഇനി നമുക്ക് അടുത്ത ആളെ തപ്പണം. അല്ല ഇപ്പോൾ വരില്ല, അവൻ എൻ്റെ കൺമുമ്പ് നശിപ്പോണേ. നിങ്ങൾക്കറിയോ ഗീസ്? ഇനി നമുക്ക് എന്താ ആവശ്യം എന്നറിയോ? നമ്മൾ അവിടെ കുറച്ച് പൂക്കളുണ്ടിരുന്നു, അതാണ് ആവശ്യം. കാരണം പൂക്കൾ കൊണ്ട് നമുക്ക് ഡൈ ഉണ്ടാക്കാം. ഡൈ കൊണ്ട് നമുക്ക് എല്ലാ വൂളിനും ഒരേ കളർ കൊടുക്കാം. ഒരേ കളറുള്ള വൂളാണെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഗീസ് നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ കുറച്ച് പൂക്കളാണ്. നമ്മൾ പൂക്കൾ എവിടെ നിന്ന് കൊണ്ടുവരും? അവിടെ ഉണ്ടായിരുന്നു. അയ്യോ കാണുന്നില്ല, എവിടേക്ക് വീണാ കഴിഞ്ഞ്. പെട്ടെന്ന് എടുക്ക് എടാ ടീച്ചർ, പെട്ടെന്ന് എടുക്ക്. നിങ്ങളെന്താ വിചാരിച്ചെത്തി? ടീച്ചർ തോറ്റു കൊടുക്കത്തില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു പോകണമെങ്കിലും ഉണ്ടാവും. ഇതോ ഇപ്പം വീണാന്. എവിടെ ഒരു പൂവാണ് എനിക്ക് വേണ്ടേ. ഒരു പൂവില്ലാണ്ട് അമ്മ ചോദിച്ചില്ല. ഗീസ് നമ്മളിതെവിടാ? അല്ല ഇനി നമുക്ക് പൂക്കൾ കിട്ടൂലല്ലോ. ഗീസ് ഒന്നും ചെയ്യണ്ട, എനിക്ക് ഐഡിയ ഉണ്ട്. ആ ഗീസ് ഡേർട്ടിൻ്റെ വീടുണ്ടാക്കാം. ഗീസ് ഡേർട്ടൊന്നും ഇല്ല എൻ്റെ ഇതിൽ. ഈ ശീതം തന്നെ എടുക്കുന്നേ. ഇനി എന്തെടുക്കും? ഗീസ് എന്തെങ്കിലും അങ്ങ് ഇടാം, ഇപ്പോഴത്തേക്കില്ലേ. ഇപ്പോൾ സോംബി എൻ്റെ മുമ്പ് പോകണം. അപ്പം അന്നത്തെ ഇവിടെ എത്ര ഉള്ളൂ.